ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നൊരു CS കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ റെഡിയും കൊണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് 100 ലൈക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ്, നമ്മളെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. 100 ലൈക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് റെഡിയും കൊണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഗൈസ്, അവിടെ ഒരു എനിമിയെ കണ്ട് അവനെ റെഡ് ഷോട്ട് കൊടുത്തപ്പോഴത്തേക്കും വേറൊരുത്തം വന്ന് 4 കില്ല് കുമ്മി. അപ്പോഴത്തേക്കും വേറൊരുത്തം കണ്ട് അവനെ അടിച്ച് നോക്കാക്കി. അപ്പോഴത്തേക്കും അവൻ്റെ ടീമേറ്റ് അവനെ അടിക്കാൻ വന്നു. അപ്പോഴത്തേക്ക് നമ്മൾ അവനെ ഫിനിഷ് ആക്കി. അപ്പോൾ വേറൊരുത്തന്നാണ്ട് ഇവിടെ ഫുൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഇവന് 2-3 റെഡ് ഷോട്ടൊക്കെ കൊടുത്ത് അവനെ അവിടെ ഇങ്ങ് നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒറ്റ ഒരുത്തന്നൂടെ ഉള്ള ഒരു എനിമി. അപ്പോൾ നമ്മൾ ഇനി റെഡിയും കൊണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ 100 ലൈക്ക് ഒരു വീഡിയോയ്ക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും റെഡിയും കൊണ്ടും തരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ലോങ് വീഡിയോയ്ക്ക് നമ്മൾ റെഡിയും കൊണ്ടും നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ പോയി ക്ലൈം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ മാസ്റ്റർ ലോബിയാണ് ചെയ്തത്. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ ഒരുത്തൻ കണ്ട് ഇവന് ഫുൾ ഡാം ആയിരുന്നു. അപ്പോഴത്തേക്ക് ഒരുത്തൻ വന്ന് കുമ്മി റൗണ്ട് എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ, അതൊക്കെ അതെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് റൗണ്ട് ഈ റൗണ്ട് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അത് മാത്രമല്ല നിങ്ങളുടെ റാങ്ക് ഏതാണെന്ന് കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അത് മാത്രമല്ല നിങ്ങൾ എത്ര വട്ടം മാസ്റ്റർ അടിച്ച് എത്ര വട്ടം ഹീറോയ്ക്ക് അടിച്ചെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ 3 വട്ടം മാസ്റ്ററും 3 വട്ടം ഹീറോയ്ക്കും അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര വട്ടം ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഈ ഒരു വീഡിയോയുടെ താഴെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരും മറക്കല്ല, നമ്മളെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഇപ്പോൾ നമ്മൾ 500 അടിച്ച് ഇനി 1000 അടിക്കണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് കൂടെ വേണം. അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. 1000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി നിങ്ങളെല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് ഇവിടെ കോഡ് ഇട്ട് നോക്കിയ സമയത്താണ് ഇവിടെ 2 ഇവന്മാരുണ്ട്. അപ്പോൾ ഈ ശിവന്മാരെ നമുക്ക് നോക്കാം. ഈ ശിവന്മാർ ഒരുത്തൻ റഷ് അടിക്കാൻ ഞാൻ ചാൻസ്. ഓക്കെ, ഒരുത്തൻ റഷ് അടിക്കാൻ വിചാരിച്ചുകൊണ്ടുതന്നെ അവനെ ഒന്നും നോക്കിയാലോ മാഗ് പിടിച്ച് കുത്തി പിടിച്ച് ആദ്യം ഗ്ലൂ ആളിട്ടപ്പോഴത്തേക്കും മറ്റേ നോക്കായി സൈഡിൽ കിടന്നുകൊണ്ട് എനിക്ക് അകത്തോട്ട് വരാനായിട്ട് പറ്റിയില്ല. ഒന്നും നോക്കിയാലേ നമ്മുടെ 2 ടീമേറ്റിൽ ഏതോ ഒരുത്തൻ നമുക്ക് റോബോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങുന്ന ഇതുണ്ടല്ലോ, ഇതിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ പൊങ്ങി അങ്ങനെ ഗണ്ണ് റീലോഡൊക്കെ ചെയ്ത് മെഡിക്കിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത്. നമ്മുടെ ടീമേറ്റ് അവിടെ പോയി നോക്കായി. അപ്പോഴത്തേക്കും ആ ഒരു എനിമി ആ ഒരു കില്ലും ഒക്കെ ഫിനിഷ് ചെയ്തിട്ടോ നമ്മുടെ ടീമേറ്റിനെ. അപ്പോഴത്തേക്കാണ് ശിവനെ കണ്ട് ഒന്നും നോക്കില്ല, നമ്മൾ ബാഗ് വെച്ച് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് പിടിച്ച് അവനെ അവിടെ അങ്ങ് നോക്കാക്കി. അതൊക്കെ അത്രയുള്ള സാരി റൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ 3rd റൗണ്ടാണ്. ഓക്കെ, ഈ റൗണ്ട് നമുക്ക് എങ്ങനെയൊക്കെ നോക്കണം, എടുക്കാണ്ട് നോക്കണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ എടുക്കുന്നത് നമ്മുടെ പരാഫലും മാഗുമാണ്. അപ്പോൾ എത്ര പേർക്ക് മാഗൊക്കെ വെച്ച് കളിക്കാൻ അറിയാം, അതായത് ഫുൾ റെഡ് ഷോട്ടൊക്കെ അടിക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഫുൾ റെഡ് ഷോട്ടൊന്നും അടിക്കാൻ അറിയത്തില്ല മാഗ് വെച്ച്, എന്നാലും കളിക്കാനൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ അതിൽ പരാഫിൽ വെച്ച് എത്ര പേര് കളിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ മണ്ടയിൽ പോകാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നമ്മുടെ ടീമേറ്റ് നമുക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടീമേറ്റ് അത് മലയാളി ആയാലും ബംഗാളി ആയാലും നല്ലോണം സപ്പോർട്ട് എന്നായി നമുക്ക് സുഖമായിട്ട് കളി എടുക്കാന്നേ ഉള്ളൂ. പറഞ്ഞ് തീരുന്നില്ല. അപ്പോഴത്തേക്ക് ഒരുത്തം പോയി നോക്കായിട്ടുണ്ട്. അവനെ നമ്മൾ മറ്റേ പൊങ്ങുന്ന ഒരു പുതിയൊരു റോബോട്ടിക് ഉണ്ടല്ലോ, അപ്പോഴത്തേക്ക് ഒരുത്തം കയറി വന്ന് ടീമേറ്റ് പൊക്കുന്ന സമയം കൊണ്ട് ഒരുത്തം കയറി വന്ന് ഒന്നും നോക്കിയില്ല, അവനെ അവിടെ അടിച്ചാൽ നോക്കാക്കി. തൊട്ട് കാര്യം എനിമി നിൽപ്പുണ്ട്. മിക്കവാറും റഷ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 2 നിപ്പുണ്ട്. അപ്പോൾ അതിൽ ഒരുത്തൻ റഷ് അടിച്ചിട്ടുണ്ട്. അവന് നമ്മൾ കുറച്ച് ഡാം കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരുത്തൻ താഴേന്ന് അടിക്കുന്നുണ്ട്. ഓക്കെ, അവൻ മിക്കവാറും കയറി വരും കഴിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്ലൂട്ട് അങ്ങ് കവർ ചെയ്തേക്കാം. അവൻ കയറി വരാനായിട്ട് പറ്റത്തില്ലായിരിക്കും കഴിച്ച് നമുക്ക് നോക്കാം. ഏതാണ്ട് അവൻ കയറി വന്ന നമ്മുടെ ഈ മാഗ് ഞാൻ പരാഫലായിപ്പോയി. ഇവിടെ ഗ്ലൂ ഇടാൻ നേരത്തെ നമ്മൾ നോക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ടീമേറ്റ് മനസ്സിലായില്ല റോബോട്ടിക്ക് സംഭവം അയച്ചെന്ന് വെച്ചാൽ നമുക്ക് റിവൈവ് വരാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവൻ്റെ ഗെയിം പ്ലേ നോക്കാം, 0 റൗണ്ട് എടുക്കുകയോ ഇല്ല എന്നുള്ളത്.
അപ്പോൾ ഗൈസ് എന്തായാലും ഇവനെ കൊണ്ട് ഈ റൗണ്ട് എടുക്കാണ്ട് പറ്റിയില്ല. അവൻ P90 വെച്ച് ഹെഡ് ഷോട്ട് അടിച്ചങ്ങ് കൊടുത്തിട്ടുണ്ട്. ഗൈസ് നമുക്ക് അടുത്ത റൗണ്ട്, അതായത് ഗൈസ് ഈ റൗണ്ട് നമുക്ക് എങ്ങനെയൊക്കെ എടുക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ബാക്കിൽ ചെറിയൊരു ന്യൂസൊക്കെ കാണാം, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ക്ഷമിക്കാം. അപ്പോൾ എന്താണ് ഗൈസ്, നമ്മൾ ഈ ഒരു കളിയിലും മാഗ് തന്നെയാണ് ഗൈസ് എടുത്തിരുന്നത്. ഓക്കെ ഗൈസ്, നമ്മളുടെ ഒരു മാഗിലൊരു ഹില്ലാടി തന്നെയാണ് ഗൈസ് ഞാൻ നമ്മുടെ കൊല്ലം മാഗ് 60ാം സ്ഥാനം വരെ എത്തിയതാണ് ഗൈസ്. പിന്നെ ഗൈസ് നമുക്ക് ഇടയ്ക്ക് വെച്ച് ഗെയിമിൻ്റെ കുറച്ച് ബഗ് കാരണം നമുക്ക് കുറച്ച് ദിവസം ഗെയിമൊന്നും കളിക്കാണ്ട് പറ്റിയില്ല. അപ്പം നിന്നെ ആ ഒരു സ്ഥാനം അങ്ങ് പോയി. അപ്പോൾ മാഗിലെ ഒരു ഹില്ലാടി തന്നെ. അപ്പോൾ എന്താണ് ഗൈസ്, നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൽ ഇവിടെ ഒളിച്ചിരിക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ കോഡ് ഇട്ട് റഷ് അടിക്കാം. അവിടെ ഗൈസ് ഒരുത്തതുകൊണ്ട് അവിടെ രണ്ടുമാർ റൂഫിൽ പോയിട്ടുണ്ട്, എനിമികളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് നിൽക്കാം ഗൈസ്. ഓക്കെ, ഇതിൻ്റെ അകത്തോട്ട് നിൽക്കാം. കാരണം ഇവിടെ നിന്നാൽ അവന്മാർ മേളിൽ നിന്ന് ചാടി വന്നൊരു അടി അടിക്കാം, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. അതായത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിൽക്കാം. കാരണം വെളി ഇറങ്ങി അവന്മാർ സുഖമായിട്ട് നമ്മുടെ ഹെഡൊക്കെ അടിക്കാന്നേ ഉള്ളൂ. ഓക്കെ, AW പരാഫലം ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട ഗൈസ്. AW പരാഫലം ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ സുഖമായിട്ട് അടിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ 2 ടീമേറ്റിൽ ഒരുത്തൻ നോക്കായി, ഒരുത്തൻ ഇപ്പം നോക്കാത്തില്ല പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ അവന് നോക്കായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കിയ സമയത്താണ് ഗൈസ് ദാണ്ട് ഒരുത്തൻ ഒന്നും നോക്കില്ല, അവനെ അവിടെ മാഗ് വെച്ച് കുത്തി പിടിച്ച് അവനെ അവിടെ നോക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവൻ്റെ ലൂട്ട് സെറ്റാകുന്ന സമയത്ത് ഗൈസ് അവിടെ ഒരുത്തനെ കണ്ട്. അപ്പോൾ ഞാൻ കോഡ് ഇട്ട് നോക്കി, മണ്ടേന്ന് കുറച്ച് ഡാം കിട്ടി. ഞാൻ ഒന്നും നോക്കില്ല, അവന് കുറച്ച് ഡാം കൊടുത്തിട്ട് അവിടെ അങ്ങോട്ട് ഗ്ലൂ ആയിട്ട് എന്താണ് മറ്റേ ഫുൾ മെഡിക്കിച്ച് അങ്ങോട്ട് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവൻ എന്തായാലും താഴെ വരും, നമുക്ക് ഇങ്ങോട്ട് നിൽക്കാം. അവൻ എന്തായാലും താഴെ വരും. ഓക്കെ ഗൈസ്, ഞാൻ പ്രതീക്ഷ കൊണ്ട് തന്നെ അവൻ താഴെ വന്ന്, എനിക്കറിയാം ഗൈസ് അവൻ താഴെ വരും എന്നുള്ളത്. ഒന്നും നോക്കില്ല ഗൈസ്, ആ ഒരു കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഗൈസ് അപ്പോഴത്തേക്ക് ഒരുത്തം വന്നു, ഒന്നും നോക്കില്ല, നമ്മൾ വീണേജ് വെച്ചൊരു അടി അടിച്ച് പിന്നെ ഗൈസ് മാഗ് വെച്ചൊന്ന് കുത്തി മുടിച്ച് ആ ഒരു കളി നമ്മളങ്ങ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു കില്ലൂടെ കിട്ടിയിട്ട് എൻ്റെ ഈസാണ് ഗൈസ്, ആ ഒരു ഈസും പോയി. അതല്ല ഗൈസ്, നമുക്ക് എങ്ങനെയൊക്കെ ബുഗി അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഏറിട്ട് ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഷെയറും ചെയ്ത് വെച്ചേക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു കിടിലൻ കളിയാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു കളി ബുഗി അടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം 3-1 നിൽക്കുന്നത്. അപ്പം എന്തായാലും അവന്മാർ എടുക്കത്തില്ല എന്നൊരു ഉറപ്പുകൂടെ എനിക്കുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ് അവന്മാർ എടുക്കുമെന്ന്. ഗൈസ് എടുക്കാനായിട്ട് സാധ്യതയില്ല ഗൈസ്, കാരണം നമ്മുടെ ടീമേറ്റൊക്കെ അത്ര നല്ല പവറായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നല്ല പവറായിട്ട് കളിക്കുന്നുണ്ട്. ഗൈസ് പറഞ്ഞു തന്നില്ല, അപ്പോഴത്തേക്ക് 3 അവന്മാരുടെ ഒരുമിച്ച് വരുന്ന ഒരുത്തം മാത്രം അവിടെ സോളോ ആയിട്ട് കളിക്കുന്നുണ്ട്. ഓക്കെ, സോളോ ആയിട്ട് ഒരുത്തം അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വേറൊരു ടീമേറ്റ് അവൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ഇല്ല ഗൈസ്, അവനെ അവിടെ നമ്മുടെ ഒരു ടീമേറ്റ് അടിച്ച് നോക്കാക്കി ആ ഒരു സോളോ പ്ലെയറിനെ. ഗൈസ് നമുക്ക് അങ്ങോട്ട് റഷ് അടിക്കാം ഗൈസ്, ഇവിടെ ഒന്നും അവനെ കാണുന്നില്ല. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അങ്ങോട്ട് റഷ് അടിക്കാം ഗൈസ്. നേരെ ഗൈസ് നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്താണ് ഗൈസ് ഒരു വൂങ്കോങ് അവിടെ നിൽക്കുന്നത്. നേരെ പോകണ്ട ഗൈസ്, നമുക്ക് കറങ്ങിപ്പോം ഗൈസ്. അവിടെ ഒരു ഞൂക്ക് പോയി, ഒന്നും നോക്കില്ല ഇവിടെ ആ വൂങ്കോങ്ങിനെ കണ്ട് ഒന്നും നോക്കില്ല, കുത്തി പിടിച്ച് അവിടെ ഒരു ഞൂക്കിട്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി ഒറ്റൊരു എനിമിയും കൂടെ അങ്ങാണ്ട് ഉള്ളു ഗൈസ്. അവനവിടെ കണ്ടുകിട്ടിയാൽ പിന്നെ കളി സെറ്റായി തീർന്നു. ഓക്കെ ഗൈസ്, അവൻ തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട്, നമുക്ക് കറങ്ങി പേടിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ് എവിടെ ഗൈസ് അതുകൊണ്ട് ഗൈസ് അവിടെ ഉണ്ട്. മിക്കവാറും നമ്മുടെ ആ ഒരു ടീമേറ്റ് എടുക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ പറഞ്ഞു തീർന്നത്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് ഒരു കില്ലിങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഗൈസ് നമ്മൾ ഈ ഒരു കളി ഇങ്ങനെ ബുയ്യ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മാക്സിമം നിങ്ങളിപ്പോൾ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് മാസ്റ്റർ 56 സ്റ്റാറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്റ്റാറും എല്ലാം